അമ്മേ, നന്ദി. സംസാരിക്കാൻ കഴിയാത്ത എന്നിട്ടുമെല്ലാം അനുഭവിച്ച മകളിൽ നിന്ന് ഞാനൊരു വാക്ക് പോലും ഉണ്ടാക്കിയില്ല. എന്റെ ശബ്ദം നെഞ്ചിനുള്ളിൽ തന്നെ പൂട്ടപ്പെട്ടു. കൈകളനങ്ങാതെ കാലുകളോടുന്നത് മറന്നു. എങ്കിലും നീ എന്നെ കേട്ടു അമ്മേ, എപ്പോഴും കേട്ടു. എന്റെ കണ്ണുകൾ നോക്കുകയും യാചിക്കുകയും മാത്രം ചെയ്തപ്പോൾ നീ 1000 മൃദുലമായ ശബ്ദങ്ങളാൽ മറുപടി പറഞ്ഞു. ചെവിയരികെ മെല്ലെയുള്ള ലാളന ഗാനങ്ങൾ, നിശ്വാസത്തിൽ നീ സുരക്ഷിതയാണ് എന്ന്. നിന്റെ ഹൃദയമിടിപ്പ് എൻ്റെ ഹൃദയത്തെ ജീവിച്ചിരിക്കാൻ പഠിപ്പിച്ചു. 16 വർഷം നീ എടുത്തത് ഞാൻ എടുക്കാൻ കഴിയാത്തത്. എന്നെ തന്നെ ലോകം അസാധ്യമെന്നു വിളിച്ച ഭാരം നീ ചുമന്നു. എന്റെ മുഴുവൻ മൗന ജീവിതവും ഓരോ അസാധ്യമായ പ്രഭാതത്തെയും ജീവിക്കാൻ വിലയുള്ള ദിവസമാക്കി. നീ അനക്കമില്ലാത്ത ശരീരം കുളിപ്പിച്ചു. വയലാഹാരം നൽകി, കാറ്റത്തിൽ പാറാത്ത മുടിയിൽ ചീകി വച്ചു. രാത്രിയുടെ നിശബ്ദതയിൽ എന്റെ ആത്മാവിനോട് ചിരിക്കാനും മറുപടി പറയാനും കഴിയുന്നതുപോലെ സംസാരിച്ചു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ നിന്റെ ക്ഷീണിച്ച കണ്ണുകൾ എന്റെ കണ്ണുകളിൽ ഞാൻ ഏറ്റവും വലിയ അത്ഭുതമാണെന്നോണം പുഞ്ചിരിച്ചപ്പോഴെല്ലാം ആ സ്നേഹം എന്ന സൂര്യോദയം പോലെ ഉദിച്ചു. ഒടുക്കത്തെ വെളിച്ചം വന്നപ്പോൾ ശരീരം ഇപ്പോഴും തടവറയിൽ, ഹൃദയം പക്ഷേ സ്വതന്ത്രമായി നിന്നിലേക്കോടി. ഒരു അവസാനത്തെ ശബ്ദരഹിത നന്ദി അത്രമേൽ ഉഗ്രമായി മുറിയിൽ നിറഞ്ഞു. അത്രമേൽ തിളങ്ങി നിനക്കത്ത് എന്നും നിലക്കാത്ത വേനലിന്റെ ചൂട് പോലെ ചർമ്മത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അമ്മേ, നീയായിരുന്നു എന്റെ ശബ്ദം, എന്റെ നടപ്പ്, എന്റെ ഓരോ ശ്വാസത്തിന്റെയും സന്തോഷം. ഞാൻ ഒരിക്കലും സംസാരിച്ചില്ല, പക്ഷേ സ്നേഹത്തിനാവില്ലാതെ സംസാരിക്കാൻ കഴിയുമെങ്കിൽ എന്റെ 16 വർഷങ്ങൾ ഇത് മാത്രം.